കൃഷി എലന്തൂരിൻ്റെ ഒരു ബ്രാൻഡായി മാറുകയാണ്. എലന്തൂരിലെ ഏതാണ്ട് തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയുടെ ചേർന്ന് ഏതാണ്ട് 10,000 ഏക്കർ സ്ഥലത്ത് കപ്പ വിളയിച്ചെടുക്കുന്നു. 10,000 ഏക്കർ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 20,000 മൂട് കപ്പ ഒരു സീസണിൽ. ഒരു സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് 9 മാസമാണ് ഒരു സീസൺ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള വിപണന സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാപാരികൾ ഇവിടെ വന്ന് കപ്പ ശേഖരിച്ചു കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 365 ദിവസം ഇവിടെ കപ്പ ലഭിക്കും എന്നുള്ളതാണ്. കാര്യം 9 മാസം നീളുന്ന ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത ഗ്രൂപ്പ് കപ്പ പറിച്ചെടുക്കാവുന്ന സ്ഥിതിയാണ്. കാര്യം ഒരു 9 മാസം കഴിയുന്തോറും ഇങ്ങനെ പാടം പുതുതായിട്ട് കൃഷിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 365 ദിവസം ഇവിടെ കപ്പ ലഭിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ 10,000 ഏക്കർ സ്ഥലത്ത് നിന്ന് 20,000 മൂട് കപ്പ ഒരു സീസണിൽ ലഭിക്കുന്നുണ്ട്. 3 കർഷകർ ചേർന്ന് തന്നെ ഏതാണ്ട് 6,000 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അവരുടെ മാത്രമായിട്ട് തന്നെ 13,000 മൂട് കപ്പ ഓരോ സീസണിൽ ലഭിക്കുന്നുണ്ട്. എലന്തൂരിനെ സംബന്ധിച്ചിടത്തോളം കൃഷിയിൽ നിന്നുമൊക്കെ ആളുകൾ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരു കൂട്ടം കർഷകർ കപ്പ ഉൽപ്പാദനത്തിലേറെ ശ്രദ്ധിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഇവിടെ നെല്ല് വിളഞ്ഞിരുന്ന ഒരു പാടശേഖരമാണ്. പിന്നീട് അവർ പച്ചക്കറിയിലേക്ക് പോയി. പച്ചക്കറിയും ലാഭകരമല്ലാതെ വന്നപ്പോഴാണ് അവർ കപ്പ കൃഷിയിലേക്ക് വന്നതും അതിപ്പോൾ വളരെ സാർവത്രികമായിട്ട് വളരെ വിപുലമായിട്ട് അത് കൃഷി ചെയ്യുകയും അതിൽ നിന്നും അവർക്ക് നല്ല ലാഭം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത് വലിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. മാത്രമല്ല ഇവിടുത്തെ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. അതൊക്കെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആ ഓടകളൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ പാടത്തൂടെയുള്ള തോടുകളൊക്കെ വൃത്തിയാക്കി കുറേ കൂടി ആഴം കൂട്ടി വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത്. ഈ കപ്പഗ്രാമം എന്ന രീതിയിലേക്ക് വരാനുള്ളതാണോ? അതെ, അങ്ങനെ ഒരു താല്പര്യമാണ് ജനങ്ങൾക്കുള്ളത്. എലന്തൂരിൻ്റെ ഒരു ബ്രാൻഡായിട്ട് കപ്പ മാറ്റിയെടുക്കണം എന്നുള്ള ഒരു താല്പര്യം കൂടി എലന്തൂരിലെ ജനങ്ങൾക്കുണ്ട്. വർഷമായി ഞങ്ങൾ 3 പേര് കൂടിയാണ് കൃഷി ചെയ്യുന്നത്. ഇത് കപ്പ ഞങ്ങൾക്ക് 6 ഏക്കർ ഇതിനകത്തില് 13,500 മൂട് കപ്പയോളം ഉണ്ട്. അത് ഞങ്ങൾക്ക് 365 ദിവസവും പറിക്കത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത്. ആര് വന്നാലും നമുക്ക് എന്നും കപ്പ കൊടുക്കാം. അതേ രീതിയിലാണ് നമ്മൾ കൃഷി ഓടിച്ചേക്കുന്നത്. ഇപ്പം നമുക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പം എലന്തൂർ വയലിലെ കപ്പയ്ക്ക്. പിന്നെ കൃഷിഭവനിൽ നിന്ന് ഓഫീസറും അവരെല്ലാം നല്ല സപ്പോർട്ടാണ്. മെമ്പർമാരും എല്ലാം നമുക്ക് സപ്പോർട്ടാണ്. കൃഷി ചൊവ്വ ചെയ്യുമെന്ന് മാത്രം എല്ലാവരും പറയുന്നുണ്ട്. ഇനി സഹായങ്ങളൊക്കെ നമ്മൾ തന്നെങ്കിൽ നമുക്ക് സ്വീകരിക്കാമെന്നുള്ളതേ ഉള്ളൂ. തന്നില്ലേ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് അങ്ങോട്ട് പോകുന്നുമില്ല. കൃഷി വകുപ്പിന്റെ സഹായങ്ങൾ അത് വന്നില്ല. ഇനിയത്തെ ഭരണം വന്നതുകൊണ്ട് കിട്ടിയെങ്കിൽ നമുക്ക് കിട്ടിയെന്ന് പറയാം. കിട്ടാത്തത് നമ്മൾ കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് വ്യാപാരികള് പുല്ലാട്, പിന്നെ ഇവിടെ ചീക്കനാല്, പിന്നെ കാരമേലിലുള്ളത്, ഇലവന്തിട്ട, മെഴുവേലിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് വന്ന് കപ്പ എടുത്തുകൊണ്ട് പോകുന്നത്. ഇവിടുത്തെ കപ്പയ്ക്ക് ഭയങ്കര ഡിമാൻഡ് ഇവിടുന്ന് ചെല്ലുമ്പോൾ. അതാണ് ഇവിടുത്തെ വിജയം. പിന്നെ ഇടയ്ക്ക് നമ്മുടെ അക്കരെ തൊട്ട് ബ്ലോക്കിന് റമ്പിക്കൊരു കടയുണ്ട്, അവരും എടുക്കും നമ്മുടെ കപ്പ. അങ്ങനെ എല്ലാം ഡിമാൻഡായി വരുന്നത്. ലാഭകരമാണ്. നമുക്ക് 100 രൂപ വെച്ച് കിട്ടിയാൽ മതി. 100 രൂപ വെച്ച് കിട്ടിയാൽ മതി. ഒരു 100 രൂപ വെച്ച് കിട്ടിയാൽ മതി. അല്ല കൂടുതൽ നമുക്ക് ആഗ്രഹമില്ല. വരുന്നവർക്ക് സൗകര്യം, അവർക്കും പ്രയോജനം, അവർക്ക് വരി മേടിക്കാനുള്ള കാശ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇത് വിറ്റ് പോകുന്നത് നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മൂട് എടുക്കുമ്പോൾ നല്ല വിളവുണ്ടോ? നല്ല വിളവ് ഇപ്പം നമ്മൾ നേരിട്ട് കണ്ടല്ലേ. കാരണം ഒരു 5 കിലോ നമ്മൾ ആവറേജ് 4 കിലോ കൂട്ടിയാൽ മതി ഒരു മൂട്. അതേ നമുക്ക് 100 കിട്ടിയാലും അവർക്കും കിട്ടുന്നുണ്ട് 100 രൂപ. 50 രൂപ വിൽപ്പനയാ കപ്പ. അപ്പോൾ അവർക്കും കിട്ടുന്നുണ്ട്. അവർക്കും കുഴപ്പമൊന്നുമില്ല. നല്ല ഇത് പ്രയോജനം അവർക്ക്. 18 വർഷമായി. 18 വർഷമായിട്ട് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ 3 പേര്. എന്തോ കാട്ടുപുര ഇതാണ് അതിൻ്റെ ചെയ്തിരിക്കുന്നത്. ഇതാണ്ട് പന്നിയുടെ ശല്യമാണ് ഇത് ഇവിടെ മൊത്തം. പന്നിയുടെ ശല്യമാണ്. അടുത്ത് വരും, നെറ്റുണ്ട്, ഇതെല്ലാം വലിച്ചു ഇങ്ങനെ ഷീറ്റെല്ലാം ഇട്ടേക്കാം. എന്നിട്ട് അവൻ കുത്തു അല്ലെങ്കിൽ കുത്തി പൊക്കി നോക്കും, കുടിച്ച് അതിനകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പൊ ശല്യമില്ല. ഇപ്പൊ പന്നി ഇച്ചിരി കുറഞ്ഞതുകൊണ്ട് ഒരെണ്ണം ഉണ്ട്, അതൊന്നും ഇങ്ങനെ കടത്ത് കറങ്ങുന്നുണ്ട്. ഇന്നലെ മെഞ്ഞാന്ന് വന്ന് കുത്തിയതാണ്ട് അവിടെയും ഇവിടെ എല്ലാം ഒന്ന് കുത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം ചെന്ന് കുത്തിയാണ്. എന്റെ പേര് സോമരാജൻ.